സാധാരണ മതപണ്ഡിതന്മാരാണ് മതത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് എന്നാണ് എൻ്റെയൊക്കെ ഓരോ വീഡിയോകൾ എടുത്തു വെച്ചിട്ടും ഈ പുരോഹിതന്മാർ പറയാറുള്ളത്. ആരാണ് പണ്ഡിതന്മാർ? ഉം? 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര കിതാബുകൾ കാണാപ്പാഠം പഠിച്ച് തൻ്റെ ഭാവനയ്ക്കനുസൃതമായി തൻ്റെ അഭിരുചികൾക്കിണങ്ങും വിധം വഷളത്തരങ്ങളും വൃത്തികേടുകളും തന്തയില്ലായ്മയും തെണ്ടിത്തരങ്ങളും പബ്ലിക്കിന്റെ മുമ്പിൽ മൈക്ക് കെട്ടി വിളിച്ചു പറയുന്ന പൊറോട്ട കെട്ടുകാരെയാണോ നിങ്ങൾ പണ്ഡിതന്മാരെന്ന് പറയുന്നത്? ഏ ഈ നാറികൾ എപ്പോഴെങ്കിലും ഈ തെണ്ടികൾ പോക്രിത്തരങ്ങൾ ചെയ്യുകയും തന്തയില്ലായ്മയും തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇവന്മാരെപ്പോഴെങ്കിലും മര്യാദയ്ക്ക് ആളുകളോട് സംസാരിച്ചിട്ടുണ്ടോ? മദ്രസയിൽ പിഞ്ചു പൈതലുകളെ പിച്ചിക്കീറുന്ന ഇവന്മാരുടെ കാമഭ്രാന്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഉസ്താദുമാര് പോലും അധ്യാപകര് പോലും കുഞ്ഞുങ്ങളെ കേറി പിടിക്കുന്നത് അവരുടെ ഹോർമോണിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ബാലുശ്ശേരി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ഫുഡുകളാണ് കാരണമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴും ഇവന്റെ ചിന്താഗതിക്ക് ഒരു കുഴപ്പമില്ല. ഇവന്റെ ചിന്താഗതിയെ ഇവൻ നിയന്ത്രിക്കാതെ പെണ്ണിന്റെ വസ്ത്രധാരണമാണ് പുരുഷന് കേറിപ്പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് എന്ന രൂപത്തിൽ ഇവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഇവരുടെ ഈ വൃത്തികേടുകൾ തുറന്നു കാണിക്കുമ്പോൾ പണ്ഡിതന്മാരാണ് മതത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് എന്നിവർ പറയും. ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ് എന്നാ ഖുർആൻ പറഞ്ഞത്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ ഖുർആൻ പറഞ്ഞ പണ്ഡിതന്മാരാരാണ്? ഈ കള്ളന്മാരോ? ഇവന്മാരെയൊക്കെയാണോ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞ് എടുത്തു വച്ചിരിക്കുന്നത്? ശരി, ആകട്ടെ. ഇന്നലെ പുരുഷന്മാര് ആകണമെങ്കില്, പൗരുഷം തെളിയിക്കണമെങ്കില് ചേലാകർമ്മം നിർബന്ധമാണ് എന്ന് പറഞ്ഞൊരു നാട്ടിൽ നിരത്തി നിർത്തി 11 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ ചേലാകർമ്മം നടത്തി 41 കുട്ടികൾ മരണപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. മറുനാടൻ ഒഴികെ മറ്റാരും ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. കാരണം എന്താ? എതിർഭാഗത്ത് നിൽക്കുന്നത് ആരാ? കൊമ്പും തുമ്പിക്കൈയുമുള്ള മതവിഭാഗമാ. അവരെ കുറിച്ച് ഇത്തരം വാർത്തകളൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോ നവാസ് മന്നാനി എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയെ ബലാത്സംഗികൾ എന്ന് വിളിച്ച ഒരു പരനാറി ഉസ്താദ് സ്ത്രീകളുടെ ചേലാകർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു വന്ന് വഷളത്തരം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതു മതമാണ് പഠിപ്പിക്കുന്നത്? പ്രവാചകന്റെ ഭാര്യമാർ പോട്ടെ, പ്രവാചകനെങ്കിലും ചേലാകർമ്മം ചെയ്തതായിട്ട് നിങ്ങൾക്കൊന്ന് തെളിയിക്കാമോ? പ്രവാചകൻ അതിൽ നിന്നും സമർത്ഥമായി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് താൻ ജനിച്ചത് എന്ന് പറഞ്ഞങ്ങോട്ട് പരത്തി. നബിയുടെ തുണി പൊക്കി ആരും നോക്കാനൊന്നും പോകത്തില്ലല്ലോ. അതുകൊണ്ട് നബിയുടെ ഭാര്യമാര് മറ്റാരെയും പിന്നീട് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ഒരു നിയമം കൊണ്ടുവന്നത് തന്നെ നബിയുടെ ഈ കാര്യങ്ങളൊക്കെ പുറത്താരെങ്കിലും അറിയുമോ എന്ന് പേടിച്ചിട്ടാ. നബി സുന്നത്ത് ചെയ്തോ ഇല്ലേ, നബിയുടെ ലൈംഗിക ശേഷി 40 പുരുഷന്റെ കഴിവുണ്ട് എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന്. കാരണം ഇദ്ദേഹം ഒഴിവാക്കി ഇവര് മറ്റൊരു പുരുഷനോടൊപ്പം ജീവിച്ചാൽ മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്ന ജീവിതത്തെ കുറിച്ച് അവർ സംസാരിക്കുക. അതൊക്കെ ഇല്ലാതിരിക്കാനും നബി 40 പുരുഷന്റെ ലൈംഗിക കഴിവുള്ള ആള് തന്നെയാണ് എന്ന അലിഖിതമായിട്ടൊരു നിയമം ലോകാവസാനം വരെയുള്ള വിശ്വാസികളുടെ തലച്ചോറിലേക്ക് കെട്ടിവെക്കാനും വേണ്ടി അങ്ങനെ ഒരു നിയമം എഴുതി വെച്ചു. സാലിഹ് കുട്ടി വി പുരി മോള് പിന്നെയും വന്നു. എൻ്റെ പേര് പുരി എന്നല്ല, ജാമിദ. എൻ്റെ മാതാപിതാക്കൾ എനിക്കിട്ട പേരാ. ആദ്യം നന്നായിട്ട് അക്ഷരത്തെറ്റില്ലാതെ ഒരു തന്തയില്ലായ്മയെങ്കിലും എഴുതാൻ പഠിക്കടാ തന്തയില്ലാത്തവനെ. ആദ്യം മര്യാദയ്ക്ക് ഒരു തെറിയെങ്കിലും അക്ഷരത്തെറ്റില്ലാതെ ഒന്ന് എഴുതാൻ പഠിക്കടാ തെണ്ടികളെ. നിനക്കൊക്കെ ഉളുപ്പാകുന്നില്ലടാ. മാതൃഭാഷ പോലും എഴുതാനും വായിക്കാനും അറിയാത്ത നിന്നെയൊക്കെ സംസ്കാരം പാപ്പിച്ചാൻ ആർക്കാടാ പറ്റുന്നേ?
അതെ, സ്കൂളിൽ പഠിക്കാൻ വിട്ട സമയത്ത് ഉമ്മായും വാപ്പായും കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ പോയി ഒളിഞ്ഞിരുന്നാല് ഇങ്ങനെ ഇരിക്കും. ആദ്യം മലയാള ഭാഷയൊന്ന് എഴുതാനും വായിക്കാനും പഠിക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കമന്റ് ഉണ്ടാക്കാൻ വന്നാൽ മതി. ലോകത്ത് മുസ്ലിം അല്ലാത്ത വിഭാഗം ആളുകൾ ഇപ്പോൾ ചേലാകർമ്മം കഴിക്കുന്നു. അത് ചില അസുഖങ്ങൾ തടയും. നീ വെറുതെ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്തുന്നു ആണാ? നീ പോയി മൊത്തം മുറിക്കടാ. എല്ലാ ആളുകളുടെയും അസുഖങ്ങൾ അങ്ങനെ മാറുമല്ലോ. നിന്റെയൊക്കെ തൂക്കിയിട്ടുണ്ട് നടക്കുന്ന സുനയാണ് കാരണം. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളെ ബസ്സിൽ പോലും കയറി പീഡിപ്പിക്കുന്ന ഉസ്താദുമാര് ഒരുപാട് വർദ്ധിച്ചു വരുന്നത് കേട്ടാ. അപ്പോൾ സ്ത്രീകളെ കൊണ്ട് ചേലാകർമ്മം ചെയ്യിപ്പിക്കുന്നതിനു വേണ്ടി നവാസ് മന്നാനി എടുക്കുന്ന എഫേർട്ട് എത്രയാണെന്നൊന്ന് നോക്കിക്കോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം ഇതൊന്ന് കണക്ട് ചെയ്യട്ടെ കേട്ടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രമാദമായ വിഷയത്തിന്റെ നിങ്ങളോട് അതിന്റെ ഒരു അതിന്റെ ചുരുളഴിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അൽ ഖിത്താനു, ചേലാകർമ്മം ചെയ്യുക. ചേലാകർമ്മം ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ചേലാകർമ്മം ചെയ്യുക എന്ന് പറഞ്ഞ സ്ഥാനത്ത് അൽ ഖിത്താനു ദിജാലി, പുരുഷന്മാര് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്. പുരുഷന്മാരോട് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്. മറിച്ച് അൽ ഖിത്താനു, ഈ പറഞ്ഞത് മുഴുവനും ആണിനും പെണ്ണിനും ബാധ്യത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖിത്താൻ എന്ന് പറയുന്നത്, ചേലാകർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അത് ആണിനും പെണ്ണിനും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ പൊതുവെ നമ്മൾ എന്നിട്ട് എന്താ ഉസ്താദെ പ്രവാചകന്റെ ഭാര്യമാരുടെ ചേലാകർമ്മത്തെ കുറിച്ചും പ്രവാചകന്റെ മക്കളുടെ ചേലാകർമ്മത്തെ കുറിച്ചും മക്കളുടെ മക്കളുടെ ചേലാകർമ്മത്തെ കുറിച്ചും ഒന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊന്നും പരാമർശിക്കാതെ പോയത്? പ്രവാചകന്റെ ചേലാകർമ്മത്തെ കുറിച്ച് ഏത് ഹദീസാ ഉള്ളത്? 80ാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് ഇബ്രാഹിം നബിയുടെ സുന വെട്ടിയ ഒരു ഹദീസ് അല്ലാതെ ചേലാകർമ്മത്തെ കുറിച്ച് എത്ര ഹദീസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും? ആരാണ്? മസ്ജിദുൽ ഹുജ്റ ടീച്ചറെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ, ഒരൊന്നും പറയല്ലേ, മനസ്സിന് വല്ലാത്ത വേദന ഉണ്ട്. ഉള്ള കാര്യം പറയുമ്പോ വേദന തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? പ്രവാചകന്റെ ഭാര്യമാർ, പ്രവാചകൻ മരിക്കുമ്പോൾ ആയിഷയുടെ വയസ്സ് എത്രയാ? 16 വയസ്സ്. ആ 16കാരിയെ പിന്നീട് ആരും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടല്ലേ പോയത്? ഖുർആനിൽ അല്ലാഹു വചനം ഇറക്കിയില്ലേ? അപ്പൊ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് പ്രവാചകൻ വന്നത് എന്നതിന് തെളിവെന്താ? പ്രവാചകന്റെ ഭാര്യമാരായിട്ടുള്ള വിധവകൾക്കൊക്കെ അല്ലേ ആദ്യം മാതൃകാപരമായിട്ടൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത്? അങ്ങനെയല്ലേ പ്രവാചകന്റെ ചര്യകൾ നിലനിർത്തേണ്ടത്? അത് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നിയിട്ട് കാര്യമുണ്ടോ സുഹൃത്തെ? പഠിച്ചിട്ടല്ലേ നമ്മൾ വിമർശിക്കുന്നത്? പ്രവാചകന്റെ ചേലാകർമ്മത്തെ കുറിച്ച് എഴുതിയ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ കൊണ്ടുവാ, അതുവരെ ഇത് തുടരുമല്ലോ. അംഗീകരിക്കുന്നത് മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫത്ഹുൽ ഖൈൻ എന്ന ഗ്രന്ഥമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, ആണിനും പെണ്ണിനും ചേലാകർമ്മം നിർബന്ധമാണ്. ദീനിന്റെ ഏതെങ്കിലും രീതിയിലുള്ള കൽപ്പനകൾക്ക് വിധേയമായതല്ല, അത് ദീനി വിരുദ്ധമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് ആളുകൾ സംസാരിച്ചു. എനിക്ക് ഈ വിനയത്തോട് കൂടിയിട്ട് എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരോട് ഒരു കാര്യം പറയാനുള്ളത്, സാംസ്കാരിക നേതാക്കന്മാരുടെ ഒരു കാര്യം പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദീനീ വിഷയങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പഠിക്കാതെയാണ് പറയുന്നത്. നിങ്ങൾ ദീന് പഠിക്കാതെയാണ് പറയുന്നത്. നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ ചേലാകർമ്മം സ്ത്രീകൾ ചെയ്യുന്നത് അത് ദീനി വിരുദ്ധമാണെന്ന്? ആരാ നിങ്ങളോട് പറഞ്ഞത്? ഗൗരവത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കാനുള്ളത്, ആണിനും പെണ്ണിനും നിർബന്ധമായ, എന്നാൽ മിക്ക ഇമാമിയങ്ങളുടെ അടുക്കലും പെണ്ണുങ്ങൾക്ക് സുന്നത്താണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചേലാകർമ്മം എന്ന് പറയുന്നത്. അത് ഏത് ഭാഗമാണ് അത് അതിന്റെ കർമ്മം നടത്തേണ്ടതെന്നും അത് എങ്ങനെയാണ് അതിന്റെ ഭാഗങ്ങൾ അതെങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചേലാകർമ്മം എന്ന് പറയുന്നത് അത് പരസ്യമാക്കി ചെയ്യൽ സുന്നത്തും, സ്ത്രീകളുടെ ചേലാകർമ്മം അത് രഹസ്യമായി ചെയ്യൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായി വ്യക്തമായി കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയുക, ചേലാകർമ്മം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും നിർബന്ധമായ കാര്യമാണ്. അത് സ്ത്രീകളുടെ വിഷയത്തിൽ സുന്നത്താണ് എന്ന അഭിപ്രായം മിക്ക ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ത്രീകൾ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പല നാടുകളിലും അത് ചെയ്തു വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അത് ദീനി വിരുദ്ധമാണെന്ന് എഴുതള്ളാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ദീനോടുള്ള വെല്ലുവിളിയാണ്. അല്ല, പൂർണ്ണമായും മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച റബ്ബിന് ഈ സുനയുടെ അറ്റം കൂടി ഇല്ലാതെ അങ്ങ് സൃഷ്ടിച്ചു വിട്ടാ മതിയായിരുന്നു. പോട്ടെ, അത് ചെയ്തില്ല. ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ നന്നായി പഠിച്ച് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിത്വമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അഭിപ്രായങ്ങളും എത്രമാത്രം നമുക്ക് മുഖവിലേക്ക് എടുക്കാമെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറഞ്ഞ ഒരു കട്ടിങ് കൂടി നിങ്ങൾ കേൾക്കണം. മുനാഫിക്കായ മറ്റൊരുത്തനാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ. മറ്റൊരു മുനാഫിക്കാണ്. ഈ മുനാഫിക്ക് വിവരം കൊടുക്കുന്നു, ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കലാപം ഉണ്ടാകിട്ട് ഇങ്ങനെ സ്പ്രെഡാവുകയാ, ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്ക് പോയെന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു. ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ പട്ടാളം വരികയാണ്. HMP കോളനിയിൽ ഇന്ത്യയുടെ പട്ടാളം കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദരാ, കരുണയില്ലാത്തവന്മാരാ, നരകത്തിന് വേണ്ടിയുള്ള പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടുത്തെ പ്രായാധിക്യം വന്ന ഉപ്പാപ്പമാരെ പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുമ്പോ ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് നമ്മുടെ ജീവനതുല്യ സ്നേഹിക്കുന്ന പെൺമക്കളെ ബലാത്സംഗം ചെയ്യും, നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യും. അത് നാളത്തെ സുപ്രഭാതത്തിലായി കൂടുന്നുണ്ടോ? ഇതൊക്കെ നടന്നല്ലേ മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടത്? കാശ്മീരിന്റെ അവസ്ഥ എന്താ? അല്ല, നമ്മുടെ ശ്യാംകുമാറിനെ കൂടി ഒന്ന് വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. കാരണം ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കക്ഷിക്ക് കൂടി കൊടുക്കാനുണ്ട്. ഇന്ത്യൻ ആർമിയിൽ മൊത്തം ബ്രാഹ്മണരാണോ? അല്ല, കക്ഷി പറഞ്ഞത് ബ്രാഹ്മണരെ ബലാത്സംഗം ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് മുസ്ലിം സ്ത്രീകള് പർദ്ദ ധരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആർമിയിലുള്ള ആളുകൾ മൊത്തം ബ്രാഹ്മണരാണോ എന്ന് എനിക്കൊരു സംശയം. ഉം. ഇനിയും പോട്ടെ. ഇനി ബലാത്സംഗത്തിനുള്ള കാരണങ്ങൾ എന്താണ് എന്നതല്ലേ, അതുകൂടി കേട്ടിട്ട് പോയാൽ മതി. ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രന്മാരും പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയോ, 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകൾ, അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് മക്കളെ ഒക്കെ എടുത്തിട്ട് ഒരു സ്ത്രീ ട്രെയിനില്ലേ, ഞാൻ പറയുന്നത് നിങ്ങൾ സയൻസ് മരീനെ പഠിക്കണം. അല്ല, ഈ കൈത്തന്റെ ഒക്കെ കാണിച്ച് കച്ചമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നത് അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കും. ആ ഹോർമോൺ ഹൈയിലേക്കെത്തി എങ്ങനെ അറിയോ? കാഴ്ച കാണും തോറുമാണ്, സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ്. അത് കാണും തോറും വികാരത്തിന്റെ സമ്യത്തിലേക്ക് അവൻ എത്തും. അങ്ങനെ എത്തുമ്പോ പിന്നെ അവൻ ഒരു വികാരി ജീവിയാണ്. അവന്റെ പ്രേമത്തിന്റെ ആരാധനായ ഒരു വികാര ജീവിയാണ്. വിവേകം ബ്രെയിൻ നഷ്ടപ്പെടും. പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ? 5 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റി അവന്റെ മനസ്സിലെന്നറിയോ? പെണ്ണേ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ. അതുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കുന്നത്. എന്തുകൊണ്ടാ? നിങ്ങൾ ശരിക്കും, ഞാൻ ആരെയും നിരപരാധിയാക്കല്ല, നമ്മുടെ മക്കളെ നമ്മൾ ഇടിക്കും. വെറും ഒരു ഇറച്ചി കഷ്ണമാണ് നീ. ശരി, ഇതേ അഭിപ്രായം ഇത് ഒറ്റപ്പെട്ട അഭിപ്രായമാണോ അല്ലേ എന്ന് സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാകുമല്ലോ. അപ്പോ സ്ത്രീകളുടെ ചേലാകർമ്മം ചെയ്യണം, പുരുഷനും ചേലാകർമ്മം ചെയ്യണം. ഈ ചേലാകർമ്മം സ്ത്രീകളോട് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാ? അവരുടെ വികാരം ഒരു പരിധി വരെ നിയന്ത്രിക്കാനാണ് എന്നാണ് ഇവർ പറയുന്നത്. ശരി, അപ്പോൾ പുരുഷൻ സ്ത്രീകളെ കയറി പിടിക്കാനുള്ള കാരണം അവരുടെ ഫാസ്റ്റ് ഫുഡ് സംവിധാനവും, കക്ഷം കണ്ടാൽ പിരിവിടും, കഴുത്ത് കണ്ടാൽ പിരിവിടും, തോള് കണ്ടാൽ സുന പൊങ്ങും. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ മുസ്ലിം പുരുഷന്മാര് മൊത്തം എന്നാണ് ബാലുവണ്ണൻ പറഞ്ഞു വെക്കുന്നത്. ശരി, ഇരിക്കട്ടെ. അപ്പോ നമ്മുടെ ശ്യാംകുമാർ അണ്ണൻ പറഞ്ഞു വെക്കുന്നത് ബ്രാഹ്മണർ മുസ്ലിം സ്ത്രീകളെ പീഡിപ്പിക്കും, അത് പേടിച്ചിട്ടാണ് അവര് പർദ്ദ ധരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പോട്ടെ,
ഇറാൻ, ഇറാഖ്, സിറിയ, പലസ്തീൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് മൊത്തം ബ്രാഹ്മണരെ കൊണ്ട് നിറഞ്ഞു എന്നാണ് കാക്ക പറഞ്ഞത്. ഇരിക്കട്ടെ, മൊത്തം ബ്രാഹ്മണര് കൈയടക്കി. ഏ അപ്പോ ശ്യാംകുമാറിന്റെ അഭിപ്രായ പ്രകാരം മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും ബ്രാഹ്മണരാണോ? അല്ല, ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്ന ആലയം മദ്രസയാണ്. മദ്രസകളിലാണ് പൈതലുകളെ മുലഞ്ഞെട്ടിൽ ഞെരടുന്ന കാര്യം ഒരു ഉമ്മ തന്നെ വന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ശരി, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ സ്ത്രീ ചേലാകർമ്മത്തെ കുറിച്ച് നവാസ് മന്നാനിയുടെ മാത്രം അഭിപ്രായമാണോ ഇത്? അതോ എല്ലാ മുസ്ലിം പുരോഹിതന്മാരും ഇത് തന്നെയാണോ പറയുന്നത്? മദ്രസയിൽ നടക്കുന്ന പീഡനത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു ഉമ്മ വളരെ വേദനയോടുകൂടി തന്നെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്താ പറയാ, നേരത്തെ മുസ്ലിം മതം നേരത്തെ സ്ത്രീകളെ ഒരു എന്താ പറയാ പുരുഷനെ പോലെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആ കാലഘട്ടത്തിലാണോ സ്ത്രീകൾക്ക് ചേലാകർമ്മം നടപ്പിലാക്കിയിട്ടുണ്ടോ മുസ്ലിം മതം? അതിനും കൂടി ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് മറുപടി പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമതായി ചേലാകർമ്മം സ്ത്രീകളുടെ ചേലാകർമ്മമാണ്. ഇസ്ലാമിൽ സ്ത്രീകളുടെ ചേലാകർമ്മം എന്നൊരു ഏർപ്പാടില്ല. കേരളത്തിലൊന്നും ഉണ്ടായിട്ട് തന്നെയല്ല. സത്യത്തിൽ ആഫ്രിക്കൻ നാടുകളിൽ ഉള്ള ഒരു സമ്പ്രദായം, അറബികൾക്കിടയിലും ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം. നവാസ് മന്നാനി പറഞ്ഞത് എന്താ? ഇവര് രണ്ടുപേരും പ്രതിനിധാനം ചെയ്യുന്നത് ഒരേ മതമാണ്, ഒരേ ഗ്രന്ഥമാണ്. കേരളത്തിൽ പറയുമ്പോൾ എങ്ങനെ പറയണം? അത് നമ്മുടെ കമാൽ പാഷ സാർ പറയും. അടങ്ങ്. സ്ത്രീകളുടെ ഭഗശിഷ്ണിക എന്ന് പറയുന്ന ഭാഗം, യോനിയുടെ ഭാഗം മുറിച്ചു കളയുക എന്നുള്ള ഒരു സമ്പ്രദായം, പുരുഷന്റെ ചേലാക്രമത്തെ പോലുള്ള സമ്പ്രദായം ഇന്നും ആഫ്രിക്കയിലെ വ്യത്യസ്തങ്ങളായ ഗോത്രവർഗ്ഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ ഇസ്ലാം പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ കർമ്മം അവർ തുടർന്നു. അത് തുടർന്നപ്പോൾ അത് പരമ്പരാഗത കർമ്മം എന്നുള്ള നിലക്ക് അത് ഇസ്ലാമിക കർമ്മമാണ് എന്ന രൂപത്തിൽ തെറ്റിദ്ധരിക്കുകയുണ്ടായി. ഇതേപോലെ അറബ് നാടുകളിലെയും ചില ഗോത്രങ്ങളിലെ ഈ പരിപാടി ഉണ്ടായിരുന്നു. അത് നന്മയാണെന്നോ തിന്മയാണെന്നോ റസൂൽ. എന്തുകൊണ്ടാണ് എം അക്ബർ ഇങ്ങനെ പറയുന്നത് എന്നുകൂടി നിങ്ങൾക്കറിയണം. ഒരു കേരളം പോലെ, ഇന്ത്യ പോലെ ഒരു മതേതര സമൂഹത്തോട് ഇസ്ലാമിക പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ, എക്സ്പെഷ്യലി ഖുർആൻ വിശകലനം ചെയ്ത് സംസാരിക്കുമ്പോൾ സൗദി അറേബ്യയിൽ പറയുന്നത് പോലെ ഇന്ത്യയിൽ പറയരുത്, എക്സ്പെഷ്യലി കേരളത്തിൽ പറയരുത്. കാരണം നേർക്ക് നേരെ ഖുർആനിന്റെ വ്യാഖ്യാനം പറഞ്ഞാൽ അവർ ഈ മതം എന്താണ് എന്ന് മനസ്സിലാക്കി പോകത്തില്ലേ? അതുകൊണ്ട് അത് പറയരുത്. മറിച്ച് എങ്ങനെ പറയണം? നമ്മുടെ റിട്ടയർഡ് DGP കമാൽ പാഷ പറയും. മുസ്ലിം രാഷ്ട്രത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനമല്ല നമ്മൾ പരിശുദ്ധ ഖുർആൻ ഒരു ബഹുസ്വരതയുള്ള ഒരു നാട്ടിൽ കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തത്വങ്ങളൊന്നും പരിഹരിക്കണമെന്നല്ല, അതൊന്നും വിട്ടുവീഴ്ച വേണ്ട. പക്ഷെ അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ ആ ഒരു ജനറൽ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കേരളത്തിലുള്ള മുസ്ലിങ്ങളെല്ലാം എന്ത് വിശ്വസിക്കണം? ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ, കാഫറുകൾക്കെതിരെയുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ആയുധം വെച്ചും സൈനികോപകരണങ്ങളും യുദ്ധോപകരണങ്ങളും വെച്ചായാണ് എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കണം. ഇസ്ലാമിക രാജ്യങ്ങളിൽ പഠിപ്പിക്കണം. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ വേണ്ട. പക്ഷെ നാട്ടുകാരോട്, ഇന്ത്യ പോലുള്ള രാജ്യത്ത് അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ നമ്മൾ നാട്ടുകാരെ പറ്റിക്കണം. പച്ച നുണ വിളിച്ചു പറയണം. എന്തുവാ എന്റെ പൊന്ന് കമാൽ പാഷ സാറേ, നാണമാവില്ലേ? ഇങ്ങനെ പൊതുജനത്തിന്റെ മുമ്പിൽ പോലും എടുത്തു കാണിക്കാൻ പറ്റാത്ത വിശ്വാസ സംഹിതയാണെങ്കിൽ ഇട്ടിട്ട് പോണം മിസ്റ്റർ. ഒരു മനുഷ്യന്റെ മുന്നിൽ പോലും ജസ്റ്റിഫൈഡ് ആവാത്ത ഒരു വിശ്വാസ സംഹിതയാണെങ്കിൽ കളഞ്ഞിട്ട് പോണം. നുണ പറഞ്ഞ് സംരക്ഷിച്ചു നിർത്തേണ്ട ഒന്നാണ് നാട്ടുകാരെ നുണ പറഞ്ഞും പെയിന്റ് അടിച്ചും ദുർവ്യാഖ്യാനം നടത്തിയും ആളുകളെ പറ്റിക്കാനുള്ള പുസ്തകവും മതവുമാണ് ഇതെന്ന് ഇവര് തന്നെ പബ്ലിക്കിൽ വന്ന് സമ്മതിക്കുമ്പോൾ പിന്നെ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാനില്ല. കാരണം ഇത് പബ്ലിക്കിനോട്, പ്രത്യേകിച്ച് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന, തലച്ചോറുപയോഗിക്കുന്ന ഒരു മനുഷ്യനും പറ്റിയതല്ല ഈ മതമെന്ന്. അതുകൊണ്ടാണ് ഈ മതം പിടിച്ചു നിർത്താൻ പറ്റാതെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത്. പതിനായിരക്കണക്കിന് മുസ്ലിം യുവത ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലിയാർ കാസിമി കരഞ്ഞത് ഓർമ്മയുണ്ടോ? 10,000-കണക്കിന് യുവത ഇസ്ലാം ഉപേക്ഷിക്കുന്നു. എന്തുകൊണ്ടാണത്? ഈ മതത്തിൽ അവർക്ക് വിശ്വസിക്കാൻ പര്യാപ്തമായ യാതൊന്നുമില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട്.
സാധാരണക്കാരന് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നും ഇതിനകത്തില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട്. ഓക്കെ, പിന്നെ 10,000-കണക്കിന് ആളുകളാണോ ഇസ്ലാം ഉപേക്ഷിക്കുന്നത്? അല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് 10,000-കണക്കിന് ആളുകൾ എന്നെങ്കിലും സമ്മതിക്കേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ ഇത്രയും സമ്മതിക്കുമായിരുന്നില്ല. നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ കള്ള് ഷാപ്പുകളിൽ പോലും മുസ്ലിം സ്ത്രീകളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത്. എന്തുകൊണ്ടാ? മലബാർ 47% അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇസ്ലാം മത രാഷ്ട്രമായി മാറണം എന്ന് പറഞ്ഞല്ലോ. ശരി, താത്താമാർ കള്ളുഷാപ്പുകളിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. മുസ്ലിം സ്ത്രീകൾ പാട്ടും ഡാൻസും ആട്ടവും സിനിമയും നാടകവും ഒക്കെയായി മാറിയിരിക്കുന്നു. ഇനിയും നിങ്ങളുടെ മതം പറഞ്ഞ്, പരലോകം പറഞ്ഞ്, ചൊറുകം പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഇവരാരെ കണ്ടിട്ടാ പഠിക്കുന്നത് എന്നറിയാമോ? ഇസ്ലാമിക രാജ്യങ്ങളിൽ ഓടകളിൽ നിന്ന് ഖുർആൻ വായിക്കുന്ന മുസ്ലിം പുരോഹിതന്മാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സൗദി അറേബ്യയിൽ ഓടയിൽ നിന്ന് ഖുർആനുകൾ കണ്ടെയ്നറുകളിൽ എടുത്തിട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഇതപ്പ ഇത്രയൊക്കെ ഉള്ളോ ഇതിന്റെ പരിസുത്തി എന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിന്റെ കള്ള് ഷാപ്പുകളിൽ 2025 തട്ടമിട്ട പർദയും മക്കനയുമിട്ട മലപ്പുറത്തെ മുസ്ലിം സ്ത്രീകളെ കൊണ്ട് ഷാപ്പുകൾ നിറഞ്ഞെങ്കിൽ കള്ള് ഷാപ്പുകളിൽ മാത്രമല്ല 2026 ബാറുകളിൽ നിന്ന് പർദയും മക്കനയും ഇട്ട മുസ്ലിം സ്ത്രീകളെ പിടിച്ചിറക്കി കൊണ്ടുപോകുന്ന, താങ്ങിക്കൊണ്ടുപോകുന്ന മുസ്ലിം പുരുഷന്മാരെയും നമുക്ക് കാണാൻ കഴിയും. 2026 എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അന്ത്യം കേരളത്തിൽ എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്നറിയാമോ? പെണ്ണ് ആടരുത്, പാടരുത്, പെണ്ണ് ഫോട്ടോ എടുക്കരുത്, പെർഫ്യൂം അടിക്കരുത്, പെണ്ണ് പുരുകം ത്രെഡ് ചെയ്യരുത്, പെണ്ണ് ലിപ്സ്റ്റിക് ഇടരുത്, ഇങ്ങനെ പെണ്ണിനു വേണ്ടി മാത്രമായിട്ടുണ്ടാക്കിയ ഒരു മതം. നിങ്ങൾക്ക് പെണ്ണ് പിടിക്കാനും പെണ്ണിനെ തളയ്ക്കാനും നിയന്ത്രിക്കാനും വേണ്ടി ഉണ്ടാക്കിയ മതം കേരളത്തിൽ അസ്തമിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാം. കേരളമായിരിക്കും ഇസ്ലാമിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും അടിക്കുന്നത്. നോക്കിക്കോ. മുസ്ലിം സ്ത്രീകള് പോയി നിന്ന് കള്ളു കുടിക്കുന്നത് കണ്ടോ? കണ്ണു നിറയെ കണ്ടോ? ഇതിന് കഞ്ഞിവെള്ളമാണെന്നും പറഞ്ഞ് വരരുത്. ആ വീഡിയോയുടെ പുറകിൽ ഒരുപാട് ആളുകൾ ഇരുന്ന് കുടിക്കുന്നുണ്ട്. നോക്കിക്കോ. കഞ്ഞിവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിർത്തേണ്ട കാര്യമില്ല. കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ ആരും അച്ചാറൊന്നും തൊട്ടു നക്കത്തില്ല. കണ്ടില്ലേ? ഇത് എത്ര തന്നെ നമ്മൾ കാണിച്ചു കൊടുത്തിരുന്നാലും ശരി, ഇവരിതൊക്കെ നിഷേധിക്കും. എന്തിനാണെന്നറിയാമോ? എന്നാലേ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ പറ്റൂ. കണ്ടോ? മുസ്ലിം സ്ത്രീകളാ, മലയാളികളാ, മലപ്പുറത്തിന്റെ മണ്ണിലാ. ശരി, ഇത് മലപ്പുറത്താണെന്നെങ്കിലും പറയാം. എന്നാൽ പ്രവാചകൻ ജനിച്ച മണ്ണ് എന്നിവർ അവകാശപ്പെടുന്ന, മതനിയമങ്ങൾ കർശനമായി പാലിക്കുന്നു എന്ന് ഇവര് പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ കാണുന്ന കാഴ്ച എന്താ? ഇവരിതിനെ നിഷേധിക്കുന്നത് കൊണ്ടാണ് വീണ്ടും നമുക്കിവിടെ പറയേണ്ടി വരുന്നത്. ഓക്കെ, അതുപോലൊരു സാധനമുണ്ടോ ഇനി ഈ ഭൂലോകത്ത്? ഉണ്ടാകാനൊരു തരമില്ല കള്ളിനും ഇതും കഞ്ഞിവെള്ളമാണെന്ന് പറഞ്ഞ് വരല്ലേ. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. ആണുങ്ങൾ കള്ളു കുടിക്കും, വഴി നീളയാടി നടക്കും. ആണുങ്ങൾ കള്ളു കുടിക്കും, വഴി നീളയാടി നടക്കും. അഭിമാനം നോക്കിയിടാതെ, അഭിമാനം നോക്കിയിടാതെ,
ആപത്തിനു കൂടെ കാണും കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. മതമില്ല, ജാതിയുമില്ല, സമ്പത്തിൽ തൂക്കവുമില്ല. മതമില്ല, ജാതിയുമില്ല, സമ്പത്തിൻ തൂക്കവുമില്ല. അച്ചാരം കെട്ടാറില്ല, അച്ചാരം കെട്ടാറില്ല. ഇതിനപ്പുറം ഒരുമയുമില്ല. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. ഇവര് പറയുന്നത് അറബിയെന്നോ അനറബിയെന്നോ വ്യത്യാസമില്ലാതെ, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ തോളോടു തോള് ചേർന്ന് ആളുകൾ നിൽക്കുന്ന ഒരു കേന്ദ്രമാണ് മസ്ജിദ് എന്നായിരുന്നു ഇവർ ഇതുവരെ പറഞ്ഞിരുന്നത്. സമ്പത്തിന് തൂക്കമില്ലാതെ ഇന്ന് അറബികൾ ബാറുകളിലാണ് ചെന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ് പറയാനോ സുന്നത്ത് നമസ്കരിക്കാനോ തക്ബീർ മുഴക്കാനോ അല്ല. കള്ളുകുടിയും പെണ്ണുപിടിയും അടിമച്ചന്തയും അടിമക്കച്ചവടവും എന്നു വേണ്ട, എല്ലാത്തിനും പേരുകേട്ട നാടായി ഇസ്ലാമിക രാജ്യങ്ങൾ മാറുമ്പോൾ ഇവർ ഇതിന് പറയുന്ന ന്യായീകരണമാണ് അതിലേറെ രസകരം. ആ ന്യായീകരണം കേൾക്കാതെ പോകരുത്. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട് ഇവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഇതിനെയൊന്നും വിമർശിക്കാത്തത് എന്നുകൂടി നമുക്കൊന്നറിയണം. മുഹമ്മദ് നബി ക്രൂരത ജീവിതത്തിലും ചെയ്യാത്ത, കാരുണ്യം മാത്രം ചെയ്ത, ഞാൻ പറയുന്നു മുഹമ്മദ് നബി 1000 ആളെ തല അരിയുന്നുണ്ടെങ്കിൽ ആ അരിയിൽ കാരുണ്യമാണ്. പോരെ പോരെ മുഹമ്മദ് നബി ക്രൂരത ജീവിതത്തിലും ചെയ്യാത്ത, കാരുണ്യം മാത്രം ചെയ്ത, ഞാൻ പറയുന്നു മുഹമ്മദ് നബി 1000 ആളെ തല അരിയുന്നുണ്ടെങ്കിൽ അല്ല, ജീവിതത്തിൽ കാരുണ്യം മാത്രം ചെയ്തിട്ടുള്ള പ്രവാചകൻ നേരിട്ട് ചെയ്ത യുദ്ധങ്ങൾ എത്രയാ? പറഞ്ഞയച്ച് ചെയ്യിപ്പിച്ച യുദ്ധങ്ങൾ എത്രയാ? എത്ര കൊള്ളകൾ, എത്ര കൊലകൾ, എത്ര വിധവകളെ സൃഷ്ടിച്ചു, എത്ര അനാഥകളെ സൃഷ്ടിച്ചു വിട്ടു. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാത്ത വർഗം ഇവിടെ വന്നിട്ട് പറയാ ക്രൂരത ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത പ്രവാചകനാണ് അത്രേ. ശരി, നമുക്ക് കാര്യം മനസ്സിലായി. ഇത് കേട്ട ഉടനെ തന്നെ കാള പെറ്റു എന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കണമല്ലോ. ഉടനെ ഇതിനെ കുറച്ചുകൂടി ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എം അക്ബർ പറഞ്ഞു, അതെ പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട്, ശരിയാ. എന്നാര് പറഞ്ഞു? യുക്തിവാദികൾ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ എടുത്തിട്ടാ പറയുന്നത് പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന്. പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ലക്ഷദ്വീപിൽ ചെന്നപ്പോൾ കുറച്ചൊന്ന് കുടിച്ചു എന്ന്. 1000 പേരുടെ തലകൾ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്യപാനം കാരുണ്യമാണ്. 1000കണക്കിന് സ്ത്രീകളുടെ അടുത്ത് ചെന്ന് പ്രവാചകൻ വേശ്യാവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേശ്യാവൃത്തി കാരുണ്യമാണ്. 1000 മക്കളെ അനാഥരാക്കിയിട്ടുണ്ടെങ്കിൽ ആ അനാഥരാക്കൽ കാരുണ്യമാണ് എന്ന്. അങ്ങനെ പ്രവാചകൻ എന്ത് ചെയ്താലും അതിനെ കണ്ണടച്ച് ന്യായീകരിച്ച് ഇവരുടെ ഈ വേഷം കെട്ടലുകൾ ഉണ്ടല്ലോ ഇന്ന് ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ തന്നെ ഈ ഇസ്ലാം എന്ന മതത്തെ പബ്ലിക്കായിട്ട് വലിച്ചെറിഞ്ഞു മുന്നോട്ട് വന്നത്. മുഹമ്മദ് ഷഹീർ, എന്താടാ ലോകത്തുള്ള എല്ലാ പള്ളിയും പോട്ടെ, കേരളത്തിലെ പള്ളിയെല്ലാം നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ? എന്തിനാണ് നിന്റെ ഉമ്മയെ പള്ളിയിൽ കബറടക്കിയത് എന്ന്? നിന്റെ തന്തയുടെ വകയാണോടാ പള്ളി? ആണോ? ആ തന്തയ്ക്ക് വിളി കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ ഉചിതമായത് സംസാരിക്കണം. നിന്റെ തന്തയ്ക്കോ നിന്റെ തള്ളയ്ക്കോ
നിന്റെ തള്ളയുടെ തള്ളയ്ക്കോ നിന്റെ തന്തയുടെ തന്തയ്ക്കോ തായ് വഴിയായി തറവാട് സ്വത്തായി കിട്ടിയതോ, ഇഷ്ടദാനം കിട്ടിയതോ, അതല്ലെങ്കിൽ എഴുതി രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത ഭൂമിയിലോ എന്റെ ഉമ്മച്ചിയെ കബറടക്കിയിട്ടുണ്ടെങ്കിൽ വന്നു നിന്ന് സംസാരിക്കടാ നാറികളെ. നിന്റെയൊക്കെ പറമ്പിലാണോ എന്റെ ഉമ്മച്ചിയെ അടക്കിയത്? കേരളത്തിലുള്ള എല്ലാ പള്ളികളും നിന്റെ അപ്പന്റെ അപ്പന് സ്ത്രീധനം കിട്ടിയതാണോ? തറവാട് സ്വത്തായി കിട്ടിയതാണോ? ഒരാളോട് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിച്ചാൽ തിരിച്ചും ആ മര്യാദ കിട്ടും. മര്യാദ ഇല്ലാതെ സംസാരിച്ചാൽ തിരിച്ചിതിന്റെ അപ്പുറം ഞാൻ വിളിക്കും. ഞാൻ പറയുന്ന